മലപ്പുറം വളാഞ്ചേരി വില്ലേജ് ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓഫീസിൽ നിന്ന് മദ്യവും കൈക്കൂലി പണവും പിടിച്ചെടുത്തു. കാട്ടിപ്പരുത്തി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്നാണ് മദ്യവും പണവും പിടിച്ചെടുത്തത്. ഓഫീസിനകത്തും സ്വകാര്യ വാഹനത്തിലും സൂക്ഷിച്ചിരുന്ന പണമാണ് മിന്നൽ പരിശോധനയിലൂടെ വിജിലൻസ് പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി വി കെ ജിഷാദ് ചേരുന്നുണ്ട് തിരൂരിൽ നിന്നും. ജിഷാദ്, ഇതങ്ങനെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് വില്ലേജ് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്? ഇത് വ്യാപകമായി ചില സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇവിടെ മദ്യവും പണവും പിടിച്ചെടുക്കുന്നു. ആരിൽ നിന്നാണ് ഈ കൈക്കൂലിയായി വാങ്ങിയ മദ്യവും പണവുമാണോ ഇത്? എന്താണ് വിജിലൻസ് നൽകുന്ന വിവരങ്ങൾ? ടോം, മലപ്പുറം വിജിലൻസ് ഇന്റലിജൻസ് ഓഫീസർ ജ്യോതികുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഉച്ചയോടെ വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഓഫീസിനകത്ത് സൂക്ഷിച്ച മദ്യവും പണവും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് കാറിനുള്ളിൽ പരിശോധന നടത്തിയതിൽ 17,000 രൂപയാണ് പിടികൂടിയിട്ടുള്ളത്. കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറായ ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്നാണ് ഈ മദ്യവും പണവും കണ്ടെടുത്തിട്ടുള്ളത്. പോലീസ് അതായത് പരിശോധനയ്ക്ക് നടക്കുന്നതിനിടെ വില്ലേജ് ഓഫീസറിന്റെ സെക്കൻഡ് ക്യാബിനകത്താണ് അരക്കുപ്പി മദ്യം പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ നാളെ പുതുവത്സരമാണ്. അത്തരത്തിലാണ് ഇന്ന് മദ്യം ഓഫീസിനകത്ത് എത്തുന്നതെന്നാണ് വിചിത്രവാദമാണ് ഈ ഓഫീസിനകത്തുനിന്ന് അതായത് ഇവർക്ക് ലഭിച്ച വിജിലൻസിന് കൊടുത്ത മറുപടിയിൽ പറയുന്നത്. പരിശോധന നടക്കുന്നതിടെ അതായത് ഈ പരിശോധനയിൽ ഓഫീസിനകത്തുനിന്ന് 1970 രൂപ പിടിച്ചെടുത്തു. പിന്നീട് വാഹനത്തിൽ അതായത് വിജിലൻസ് പരിശോധന നടത്തി. അതിൽ 11,500 രൂപയും പിടികൂടി. ടോട്ടല് 13,470 രൂപയാണ് വിജിലൻസ് സംഘം കണ്ടെടുത്തിട്ടുള്ളത്. കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലെ ഷറഫുദ്ദീനാണ് വ്യാപക പരാതി ഉണ്ടായിരുന്നു. ഈ ഫീൽഡ് ഓഫീസർക്കെതിരെ നിരവധി കൈക്കൂലി വാങ്ങുന്നതായി ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ ആവശ്യങ്ങൾക്കും കൈക്കൂലി ഈടാക്കുന്നതായി പരാതിയിൽ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇയാളെ അതായത് വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഇത്തരത്തിൽ സംഭവത്തിൽ കൈക്കൂലിയും മദ്യവുമായി ഈ ഓഫീസറെ പിടികൂടുന്നത്. ടോം, യെസ് ജിഷാദ്, ഇതിനു മുൻപ് ഇങ്ങനൊരു പരാതി ഇവർക്കെതിരെ, ഈ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്കെതിരെ ഉയർന്നിട്ടുണ്ടോ? അങ്ങനെ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നവരാണോ ഇവിടുത്തെ ആളുകളും? മാത്രമല്ല, നിലവിൽ ആരെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എത്ര പേർക്കെതിരെയാണ്, ആർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? ടോം, പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അതായത് വിജിലൻസ് തന്ന മറുപടി, അതായത് ഈ വില്ലേജ് ഓഫീസർ അതായത് ഫീൽഡ് വില്ലേജ് ഓഫീസർ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഷറഫുദ്ദീൻ നിരവധി കൈക്കൂലികൾ വാങ്ങുന്നതായി പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഈ നിരീക്ഷണത്തിന്റെ ഒടുവിലാണ് ഇന്ന് അതായത് വാഹനത്തിൽ പണവും അതുപോലെ മദ്യവും ഓഫീസിനകത്തുനിന്ന് മദ്യവും കണ്ടെത്തുന്നത്. ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നടപടിക്രമങ്ങൾ അതായത് വില്ലേജിൽ നിന്ന് മദ്യം പിടിച്ചതടക്കമുള്ള നടപടികൾ അതായത് എക്സൈസിനെയും പാടിയും ഇതിലേക്ക് കക്ഷി ചേർത്തുകൊണ്ടായിരിക്കും ഇതിലുള്ള നടപടികൾ അതായത് പൂർത്തീകരിക്കുക. ടോം, വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വളാഞ്ചേരി വില്ലേജ് ഓഫീസിൽ നിന്നാണ് മദ്യവും കൈക്കൂലി പണവും വിജിലൻസ് പിടിച്ചെടുത്തത്.